ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ സമരത്തിലേക്ക്. ഓർത്തഡോക്സ് സഭ മദ്യവർജന സമിതി മാർച്ച് 19-ന് തലസ്ഥാനത്ത് ഏകദിന ഉപവാസം നടത്തും. എലപ്പുള്ളി ബ്രൂവറി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ലഹരിയിൽ നിന്ന് തലമുറയെ രക്ഷിക്കേണ്ടതുണ്ടെന്നും സഭ വ്യക്തമാക്കി. എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ തുടക്കം മുതൽ സംസ്ഥാന സർക്കാരിനോട് ഇടഞ്ഞാണ് ഓർത്തഡോക്സ് സഭ. ആദ്യഘട്ടത്തിൽ പ്രതിഷേധക്കുറിപ്പിറക്കിയും മറ്റുമായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന സഭാ സിനഡ് നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് സമരപ്രഖ്യാപനം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ പ്ലാന്റ് ജലക്ഷാമം രൂക്ഷമാക്കും. കർഷകർ ഇപ്പോൾ തന്നെ പ്രതിസന്ധി നേരിടുന്ന സ്ഥലത്ത് മദ്യനിർമ്മാണ കേന്ദ്രം തുടങ്ങാനുള്ള തീരുമാനം ജനതയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ലഹരിയിൽ നിന്ന് ഭാവി തലമുറയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ടെന്നും സഭയുടെ മദ്യവർജന സമിതി പ്രസിഡന്റും അങ്കമാലി ഭദ്രാസനാധിപനുമായ യൂഹന്നോൻ മാർ പോളികാർപ്പോസ് ബെത്രാപൊലിത്ത പറഞ്ഞു. ദൈനംദിന ആവശ്യങ്ങൾക്കും കാർഷിക ആവശ്യത്തിന് പോലും വലിയ ജലക്ഷാമം നേരിടുന്നതായ പ്രദേശത്തെ ബ്രൂവറി തുടങ്ങുവാൻ അനുമതി നൽകുന്നത് ഒരു ജനതയെ വെല്ലുവിളിക്കുന്നത് തുല്യമല്ലേ? ഇതിനെതിരെ വലിയ പ്രതിഷേധം പൊതുയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്, ഇനിയും ഉയരുകയും ചെയ്യും. ഇവയൊന്നും ശ്രദ്ധിക്കാത്തത് കഷ്ടം തന്നെ. വരും തലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ലഹരിയെ ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. അതിന്റെ ഭാഗമെന്നോണം മാർച്ച് 19-ന് രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മദ്യവർജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഏകദിന ഉപവാസം നടക്കുന്നു. സഭയുടെ മദ്യവർജന സമിതിയുടെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിലാണ് സമരം. മാർച്ച് 19-ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിക്കും. ജനം, കോട്ടയം.